ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏജസിന്റെ തന്നെ നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് സെഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെഷൻ കാണാത്തവർ ഡെഫിനറ്റ്ലി ആ സെഷൻ കണ്ടിട്ട് ഈ ഒരു സെഷൻ കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏജസിലെ SBI ക്ലർക്കിന്റെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കവർ ആവും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എക്സാംസിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മളിതിന് മുമ്പ് ഓൾറെഡി വേറെ ഒരുപാട് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽസിൽ ആ ഒരു ഏരിയാസ് ആ ഒരു സെഷൻസ് ഒക്കെ തന്നെ കാണുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. So, അടുത്ത question. 2 years ago, ratio of ages between Amar and Bhupendro is 3:4. And 2 years hence, the ratio of ages between Amar and Bhupendro is 4:5. Find the ratio of their percentage. നമ്മൾ ഓൾറെഡി നേരത്തെ ലാസ്റ്റ് സെഷനിൽ ഇതേപോലത്തെ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതും നേരത്തെ എടുത്ത പോലെ തന്നെ എടുത്തു പോകാം. എ ഉണ്ട്, ബി ഉണ്ട്. ഓക്കെ, അമർ ആൻഡ് ഭൂപേന്ദ്രോ. ഇവിടെ 2 വർഷം മുമ്പുള്ള ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ട് സോ -2 എന്ന് എടുക്കാം. ആ റേഷ്യോ 3:4 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ ഇവർക്ക് ഇവിടെ 2 വർഷം ശേഷമുള്ള ഏജ് അപ്പോൾ +2 എന്ന് നമുക്ക് പറയാം. അതിന്റെ റേഷ്യോയും നമുക്ക് തന്നിരിക്കുന്നത് 4:5 എന്നാണ് തന്നിരിക്കുന്നത്. സോ ആദ്യമേ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ റേഷ്യോ ബാലൻസ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റും ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. സോ റേഷ്യോ എന്താണ്? ബാലൻസ് ആണ്. ഇനി ഇവിടെ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ശ്രദ്ധിച്ചെടുക്കണം. ഇവിടെ 2 അല്ല, നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 2 വർഷം മുമ്പും 2 വർഷം ശേഷം, സോ മൊത്തം 4 വർഷം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പായ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 ഇയേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് നമുക്ക് 2 വർഷം ശേഷമുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 2 വെച്ച് കുറച്ചാലും മതി, അല്ലെങ്കിൽ 2 വർഷം മുമ്പുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 2 കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പം നമുക്ക് 2 വർഷം ശേഷമുള്ള ഇതങ്ങ് കണ്ടുപിടിക്കാം. നമുക്ക് താഴെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇതങ്ങ് കണ്ടുപിടിക്കാം. സോ നമുക്ക് 1 × 4 ആണ് 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4 എന്ന് പറയുന്നത് 4 × 4 നമുക്ക് 16 എന്നും വരും. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു 5 × 4 നമുക്ക് 20 എന്ന് വരും. ഇനി നമുക്ക് വേണ്ടിയത് ഇതല്ല, ഇതിപ്പം അവരുടെ ആ ഒരു 2 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് ഇത്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രസന്റ്. അപ്പോൾ നമുക്ക് പ്രസന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൂടി ചെയ്യണം? 2ൽ നിന്ന് നമുക്ക് ഈ 2 വെച്ച് കുറയ്ക്കണം. ആണെങ്കിൽ ഇവിടെയും -2, അതുപോലെ തന്നെ ഇവിടെയും -2. സോ നമുക്ക് ഇവിടെ നിന്ന് 2 വെച്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 14 എന്ന് വരും. നമുക്ക് ഇവിടെ 2 കുറയ്ക്കുമ്പോൾ 18 എന്ന് വരും. സോ 14:18 നമ്മൾ ഫെർദർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 7:9 എന്നായിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ 7:9 എന്ന് നമ്മുടെ ആ ഒരു പെർസെൻറ്റേജിന്റെ റേഷ്യോ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഓപ്ഷനിൽ വരുമ്പോൾ 7:9 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നോക്കി മാർക്ക് ചെയ്യണം. 9:7 ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 years ago, age ratio of son and father was 2:3, and after 3 years ratio became 5:7. ഫൈൻഡ് ദി പ്രസന്റ് ഏജ് ഓഫ് ദി സൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നമുക്ക് ഇതേപോലെ റേഷ്യോ എടുക്കാം. ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ബാലൻസ് ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാം. ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് സൺ ആൻഡ് ഫാദർ അവരുടെ 3 വർഷം മുമ്പുള്ള ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ -3 റേഷ്യോ തന്നേക്കുന്നത് 2:3 എന്നാണ് തന്നേക്കുന്നത്. ആൻഡ് ആഫ്റ്റർ 3 ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ 3 ഇയേഴ്സ് +3. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്തോണം. 6 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:7. ഇനി ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം റേഷ്യോ ബാലൻസ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3ഉം 7ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 4 ആണ്. 2ഉം 5ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 3 ആണ്. നോക്കിയാൽ റേഷ്യോ എന്തല്ല? ബാലൻസ് അല്ല. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റേഷ്യോ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് മേളത്തെ ഗ്യാപ്പ് എടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്യാം, താഴത്തെ ഗ്യാപ്പ് എടുത്ത് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗ്യാപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് 2 ആണ്. സോ ആ 2 കൊണ്ട് നമുക്ക് മേളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 4 എന്നും 2 × 3 6 എന്നും വരും. നമുക്ക് സണ്ണും ആദ്യത്തത് സണ്ണും രണ്ടാമത്തത് ഫാദർ. അടുത്ത ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു ഇവിടുത്തെ ഗ്യാപ്പ് 1 ആണ്. സോ ആ 1 എടുത്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 ആയതുകൊണ്ട് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 5:7 തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ബാലൻസ് ആയതുകൊണ്ട്. സോ ഇവിടുത്തെ ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ 1 ആണ്. ഇവിടുത്തെ ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെ. അപ്പോൾ ബാലൻസ് ആയിട്ടുണ്ട്. ഇനി ആ 1 എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഗ്യാപ്പ് ആയ 6 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1 × 6 ആണ് 6. ഇനി വേണ്ടിയത് സണ്ണിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് സണ്ണിന്റെ 3 വർഷം ശേഷമുള്ള ഏജ് എന്ന് പറയുന്ന റേഷ്യോ ആണ് 5. അങ്ങനെയാണെങ്കിൽ ആ 5 എത്ര എന്ന് അതും ചെക്ക് ചെയ്യാം. 5 × അതേ 6 ചെയ്താൽ നമുക്ക് 30 ഇയേഴ്സിന് വരും. അപ്പോൾ 30 ആണ് 3 വർഷം ശേഷമുള്ള ഏജ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 3 കുറച്ചാൽ പോരെ. സോ ആ 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 27 ഇയേഴ്സിന് വരും. അപ്പോൾ ഇപ്പം സണ്ണിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 27 വയസ്സാണ്. ഓപ്ഷൻ സി 27 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ റേഷ്യോ ബാലൻസ് അല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ബാലൻസ് കൂടി ചെയ്തിട്ട് ആൻസർ എടുക്കേണ്ടി വന്നു. അടുത്ത ദിവസത്തിലേക്ക് പോവാം. The present age of A and B are 36 and 50 years. ഇപ്പോൾ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി. If after K years the ratio of their ages will be 3:4, then the value of K is. സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ പെർസെൻറ്റേജ് തന്നേക്കുന്ന 36:50 എന്നാണ്. 36 and 50 എന്നാണ് തന്നേക്കുന്നത്. നമുക്ക് റേഷ്യോ പോലെ എടുക്കാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ഇനി അവർ പറയുന്നത് എത്രയോ വർഷത്തിന് ശേഷം, ലൈക്ക് ആഫ്റ്റർ കെ ഇയേഴ്സ് എന്ന് പറയാം. ആഫ്റ്റർ കെ ഇയേഴ്സ് അവരുടെ ഏജിന്റെ റേഷ്യോ, അതേ എയുടെയും ബിയുടെയും അതേ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3:4 ആണ്. നമുക്കറിയാം നമ്മുടെ ഏജസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ടുപേരുടെ ഏജിന്റെ ഡിഫറൻസ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഏജിന്റെ വ്യത്യാസം നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 14ന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്, 14 ഇയേഴ്സിന്റെ ഗ്യാപ്പ്. ആൻഡ് ഇവിടുത്തെ റേഷ്യോയിലുള്ള ഗ്യാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്രന്റെ ഗ്യാപ്പ് ഉണ്ട്? 1ന്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 14 ഇയേഴ്സ് എന്ന് പറയുന്നതായിരിക്കും ആ 1 എന്ന് പറയുന്നത്. ആ 1 എന്ന് പറയുന്നത് നമ്മുടെ ഈ 14 ആണെങ്കിൽ, 14 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്? വാല്യൂ ഓഫ് കെ. അപ്പോൾ കെ കണ്ടുപിടിക്കാൻ ആരെങ്കിലും ഒരാളുടെ ഏജ് കണ്ടുപിടിച്ചിട്ട് നേരത്തെ ഉള്ളതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ എയുടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 × 14 ആണ് 14. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേപോലെ 3 × അതേ 14 ചെയ്ത് കഴിഞ്ഞാൽ 3 × 14 എത്രയാണ്? 42 ആണ്. നിങ്ങൾ നോക്കിയാൽ നേരത്തെ എയുടെ ഏജ് 36 ആയിരുന്നു. ഇപ്പം എയുടെ ഏജ് എത്രയോ വർഷത്തിന് ശേഷം ആഫ്റ്റർ കെ ഇയേഴ്സ് അത് എത്രയാണ്? 42 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിയുമ്പോഴാണ് ഈ 36 എന്ന് പറയുന്ന വാല്യൂ 42 ആകുന്നത്? രണ്ടുകൂടി മൈനസ് ചെയ്താൽ പോരെ? എത്ര വർഷം കഴിയുമ്പോഴായിരിക്കും അതാവുന്നത്? 6 വർഷം കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് ആ കെയുടെ വാല്യൂ ലൈക്ക് ആഫ്റ്റർ എത്ര ഇയേഴ്സ്? ആഫ്റ്റർ 6 ഇയേഴ്സ് ആണ് ആ 36 എന്നുള്ളത് 42 ആവുന്നത്. സോ ഓപ്ഷനിൽ വരുമ്പോൾ ഓപ്ഷൻ ബി ആ 6 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് ആദിത്യ ആൻഡ് വൈഭവ് after 6 years is 70:24. The difference between their ages is 14 years. Find the percentage of Aditya എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈൻഡ് ഓഫ് നമുക്ക് പറയാം. അപ്പോൾ ആദിത്യ ഉണ്ട് ആൻഡ് വൈഭവ് ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 17:24. പക്ഷെ ആ തന്നേക്കുന്ന ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഏജ് ഓക്കെ. ആൻഡ് ആഫ്റ്റർ 6 ഇയേഴ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. 6 വർഷത്തിന് ശേഷമുള്ളതാണ്. അപ്പോൾ +6 നമുക്ക് എടുക്കാം. ഇനി അവിടെ പറയുന്നത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 14 ആണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരുടെ ഏജിന്റെ ഡിഫറൻസ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഏജിന്റെ റേഷ്യോയുടെ ഡിഫറൻസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 7 വരുന്നുണ്ട്. ആ 7 അല്ലേ അവർ ആ 14 എന്ന് ഉദ്ദേശിക്കുന്നത്, 14 ഇയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 × 2 ആണ് 14. എന്താ ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് ആദിത്യ. അങ്ങനെയാണെങ്കിൽ ആദിത്യയുടെ പെർസെൻറ്റേജിന്റെ റേഷ്യോ എന്താ? ഓക്കെ, ആദ്യത്തിന്റെ 6 വർഷത്തിന് ശേഷമുള്ള ഏജിന്റെ റേഷ്യോ എന്താ? 17. അങ്ങനെയാണെങ്കിൽ ആ 17 ഒന്ന് കണ്ടുപിടിച്ചിട്ടെ 6 വർഷം ശേഷമുള്ളത് 17ന്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന 6 കുറച്ചാൽ പോരെ പ്രസന്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ 7 × 2 ആണ് 14. അങ്ങനെയാണെങ്കിൽ 17 × 2 ചെയ്ത് എത്ര വരും? 34 വരും. അങ്ങനെ 6 വർഷത്തിന് ശേഷം ഈ പറയുന്ന ആദിത്യയുടെ ഏജ് എത്രയാണ്? 34 ആണ്. പക്ഷെ നമുക്ക് വേണ്ടിയ പ്രസന്റാണ്. അങ്ങനെയാണെങ്കിൽ 6 ഇതിൽ നിന്ന് 6 കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും? 28 എന്ന് വരും. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് ഓഫ് ആദിത്യ എത്രയാണ്? 28 ഇയേഴ്സ് ആണ്. 6 വർഷം കഴിയുമ്പം അത് 34 ഇയേഴ്സ് ആവുന്നുണ്ട്. സോ അങ്ങനെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി ആ ഒരു 28 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിൻ്റെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമ്മുടെ ഐ തിങ്ക് ഏജസിന്റെ നമ്മുടെ ലാസ്റ്റ് 3 ഇയേഴ്സിൽ അവസാനത്തെ ക്വസ്റ്റൻ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ പ്രസന്റ് ഏജ് ഓഫ് പ്രകാശ് ആൻഡ് സോനം ഈസ് 5:3. അപ്പോൾ അവിടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് പ്രകാശും സോനം നമുക്ക് തന്നേക്കുന്ന 5:3 എന്നാണ് തന്നേക്കുന്നത്. ഇഫ് ദ പ്രസന്റ് ഏജ് ഓഫ് സോനം ഈസ് 27. ഓക്കെ, സോനന്റെ ഓൾറെഡി പ്രസന്റേജ് തന്നിട്ടുണ്ട്. ആ 3 എന്ന് പറഞ്ഞ് തന്നേക്കുന്നതാണ് 27 ഇയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം 3 × 9 ആണ് 27. 3 × 9 ആണ് 27. അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് വിൽ ദ ഏജ് ഓഫ് പ്രകാശ് ആഫ്റ്റർ 3 ഇയേഴ്സ്. അങ്ങനെ ഈ പ്രകാശിന്റെ ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ +3 ചെയ്താൽ പോരെ? ആണെങ്കിൽ ആ 5 × 9 ചെയ്യുവാണെങ്കിൽ, അതേ 9 ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും? 45 എന്ന് വരും. ഇപ്പോൾ 45 ഇയേഴ്സ് ആണ് പ്രകാശിന്റെ ഇപ്പോഴത്തെ ഏജ്. പക്ഷേ ചോദിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അല്ല ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 3 ഇയേഴ്സ്. അപ്പോൾ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ +3 കൂടി ചെയ്താൽ മതി. സോ +3 നമുക്ക് എത്ര വരും? 48 ഇയേഴ്സ് എന്ന് വരും. പ്രകാശിന്റെ ഏജ് ആഫ്റ്റർ 3 ഇയേഴ്സ് 48 ഇയേഴ്സ് എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 48 ഇയേഴ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 48 ഇയേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സെഷനോടെ നമ്മുടെ ഏജസിന്റെ SBIയുടെ ക്ലർക്കിലെ ലാസ്റ്റ് 3 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കൂടാതെ തന്നെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സ് സിംപ്ലിഫിക്കേഷൻ, പെർസെൻറ്റേജ്, റേഷ്യോ, മിക്സ്ചർ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ഇപ്പോൾ ഏജസും, ഇത്രയും ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് 3 ഇയേഴ്സിലെ നമ്മുടെ SBIയുടെ ക്ലർക്കിന്റെ. സോ ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടെ പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് എക്സാംസിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് അവിടുന്ന് SBI ക്ലർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിന്റെ അണ്ടറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതിനെ ഒരു 2 വട്ടമെങ്കിലും ആദ്യത്തെ തവണ നിങ്ങൾ ഒന്ന് പ്രോപ്പർലി ചെയ്ത് നോക്കിയതിന് ശേഷം 2ാം തവണ നിങ്ങൾ സ്പീഡ് ഒന്ന്
കൂട്ടിയിട്ടിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന സൊല്യൂഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിൽ പോകുക. ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമിൽ പോവുക. ബിക്കോസ് നമ്മുടെ ഇപ്പം ലാസ്റ്റ് 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അവിടെ വലിയ വ്യത്യാസങ്ങളില്ല. എല്ലാം ഒരേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ചെറിയ ചെറിയ ആ ഒരു അപ്രോച്ചുകൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ അത് നല്ലപോലെ നോക്കിയിട്ട് പോവുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. സോ ഇന്ന് നമ്മൾ സെഷൻസ് കണ്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സെഷൻസ് ഒക്കെ തന്നെ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി ടോപ്പിക്സ് ബാക്കിയുണ്ട്. നിങ്ങൾക്കറിയാം പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, നമുക്ക് ട്രെയിന്, ബോട്ട്, അതുപോലെ തന്നെ ഓക്കെ, അങ്ങനെ ഒരു ഫ്യൂ ടോപ്പിക്സ് കൂടി നമുക്ക് ഇനി ബാക്കിയുള്ള ഐ തിങ്ക്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിയും ഈ ഒരു ബാങ്ക് എക്സാംസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വരുന്ന സെഷനിൽ ഇനിയും ബാക്കിയുള്ള റിമൈനിങ് ടോപ്പിക്സ് ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.